ഹരിഹരൻ്റെ ആ ഒരു പ്രസ്താവനയിൽ മാത്രം ഒതുങ്ങി നിൽക്കുന്നൊരു വിഷയമല്ല, ഇതൊരു ട്രെൻഡാണ്. ട്രെൻഡെന്ന് പറഞ്ഞാൽ ഈ എതിരാളികളെ, പ്രത്യേകിച്ച് പുരോഗമന ചിന്താഗതിയെ ഇല്ലാതാക്കാനായി സ്ത്രീ വിരുദ്ധത പറയുക. അത് നമ്മൾ ഈ ഇപ്പോൾ ഹരിഹരൻ ഉൾപ്പെടെയുള്ള ആൾക്കാരുടെ, UDF-കാരുടെ, ഇവരുടെയൊക്കെ ഏറ്റവും വലിയ ഒരു എന്താ പറയുക ആരാധ്യ പുരുഷനെന്ന് പറഞ്ഞാൽ യദുവാണ്. നമ്മൾ കണ്ടതാണ് ആ ഒരു വിഷയത്തെ, ആ ഒരു എത്ര കടുത്ത സ്ത്രീവിരുദ്ധമായ ഒരു വിഷയത്തെ അതിൻ്റെ എല്ലാ ഒരു ക്രിമിനൽ കുറ്റകൃത്യം ചെയ്ത ഒരു വ്യക്തിയെ വരെ ഒരു ആരാധ്യ പുരുഷനാക്കി ഇവരെല്ലാവരും ഉയർത്തി കാണിക്കുന്നു. അതിൻ്റെ ഒരു അടിസ്ഥാന ലക്ഷ്യം പറഞ്ഞാൽ അത് ഈ CPM-നെ, കമ്മ്യൂണിസ്റ്റ് പാർട്ടിയെ, പുരോഗമന ചിന്ത ഇല്ലാതാക്കുക എന്നതാണ്. ഇത് ഇവിടെ മാത്രമല്ല, അത് ദേശീയ തലത്തിൽ. ഇപ്പോൾ ഉദാഹരണം പറഞ്ഞാൽ കത്വേല പെൺകുട്ടി അതിക്രൂരമായ ബലാത്സംഗത്തിന് ഇരയായി. എന്നിട്ട് എന്താണ് അവിടെ സംഭവിച്ചതെന്ന് വെച്ചാൽ അതിലെ പ്രതികളെ അറസ്റ്റ് ചെയ്തപ്പോൾ ആ പ്രതികൾക്ക് വേണ്ടി BJP നേതാക്കന്മാരെല്ലാവരും അവിടെ വലിയ പ്രകടനം നടത്തി. അതുപോലെ ബിൽക്കിസ് ബാനു കേസിലെ ആ കൊടും കുറ്റവാളികളെ നമ്മുടെ നരേന്ദ്രമോദിയും ഗുജറാത്തിലെ BJP സർക്കാരും എല്ലാം കൂടി ഈ സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 75-ാം വാർഷികാഘോഷത്തിൻ്റെ ഒരു ആനുകൂല്യം നൽകിക്കൊണ്ട് കോടതിയിൽ നിന്ന് ജയിലിൽ നിന്ന് മോചിപ്പിച്ചപ്പോൾ അതിനവിടുത്തെ പ്രമുഖരായൊരു BJP നേതാവ് പറഞ്ഞ വിശദീകരണം എന്തെന്നാൽ ആ കുറ്റവാളികളൊക്കെ ബ്രാഹ്മണരാണ്, ഈ ബ്രാഹ്മണർക്ക് എന്ത് ചെയ്യാം, ഈ ബലാത്സംഗമെല്ലാം ചെയ്യാം. ഈ രീതിയിൽ ഞാൻ പറയണ്ട ഒരു സ്ത്രീ വിരുദ്ധതയുടെ. അവര് ജയിൽ വിട്ട് ഇറങ്ങിയപ്പോൾ അതിന് മുമ്പിൽ ചെന്ന് മാലയിട്ട് സ്വീകരിക്കുന്നു. ആ ദൃശ്യം ഇപ്പോഴും നമ്മുടെ മുമ്പിലുണ്ട്. അതാ ഞാൻ പറയുന്നത്, ഭാരവാഹിത്വത്തിലേക്ക് വരെ ഈ പ്രതികൾ എത്തിപ്പെടുന്ന ഒരു സാഹചര്യം ഉണ്ടായി. അത് തന്നെ, അതെങ്ങനെ സുഭാഷിണി അലി അതിനെതിരെ സുപ്രീം കോടതിയിൽ പോയി നിയമപോരാട്ടം നടത്തി, അതിന്റെ ഭാഗമായിട്ടാണ് വീണ്ടും അവർക്ക് ജയിലിൽ പോകേണ്ടി വന്നത്. അത് എടുത്തു പറയേണ്ട ഒരു കാര്യമാണ്. അതായത് സ്ത്രീ വിരുദ്ധത എന്നത് ലൈംഗികാധിക്ഷേപം, സ്ത്രീ വിരുദ്ധത, ഈ ബലാത്സംഗം ചെയ്യുക, അതുപോലെ ഈ അശ്ലീല ആംഗ്യം കാണിക്കുക. നമ്മുടെ KSRTCയിലെ ഡ്രൈവർ ഏതുമെല്ലാം ചെയ്തു അശ്ലീല ആംഗ്യം കാണിക്കുക. ഇതൊക്കെ ഒരു രാഷ്ട്രീയ ആയുധമാണ്. ഇതിനകത്ത് ഇപ്പോഴെന്തോ നമ്മുടെ ഈ മാധ്യമങ്ങളിൽ വന്നതിന് ശേഷം മാധ്യമപ്രവർത്തകർ ചൂണ്ടിക്കാണിച്ചു എന്നൊക്കെ പറയുന്നു. നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു വിഷയം ഇത് വലിയൊരു വാർത്തയാക്കുകയും ഇതിനകത്തെ ഈ സ്ത്രീ വിരുദ്ധത കണ്ടെത്തുകയും ആ വിഷയം ജനങ്ങളിൽ എത്തിക്കുകയും അതൊരു ചർച്ചാ വിഷയമാക്കുകയും അത് പ്രധാനപ്പെട്ട വിഷയമായി ഉയർത്തിക്കാണിക്കുകയും ചെയ്ത ആരാണ്? ഈ കൈരളി ന്യൂസാണ്. നമ്മൾ ഈ വിഷയം ഏറ്റെടുത്ത് നമ്മളിത് ചർച്ച ചെയ്തതിന് ശേഷം മറ്റു മാധ്യമങ്ങളെല്ലാം ഏറ്റുപിടിക്കാൻ നിർബന്ധിതരായി. അങ്ങനെ ഈ ഒരു അജണ്ട വരുന്നത്. കാരണം ഇതൊക്കെ നമുക്കറിയാം, ഈ മറ്റു വിഷയത്തിൽ മേയർക്കെതിരായ വിഷയത്തിൽ ഇവിടുത്തെ മാധ്യമങ്ങളെടുത്ത, മുഖ്യധാരാ മാധ്യമങ്ങളെടുത്ത സമീപനം എന്താണ്?